ഇന്ന് നമുക്കേ സിസേഴ്സ് വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി പരിചയപ്പെട്ടാലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ജ്യൂസിന്റെ ഒരു കണ്ടെയ്നറോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലോ വേണം. അതുപോലെ തന്നെ കത്രിക വേണം. പിന്നെ എന്തെങ്കിലും ഒരു നൂല്. ഇതിപ്പോൾ ഞാനിവിടെ വൂളിന്റെ നൂലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചാക്കുചരടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത് ടൈപ്പിലുള്ള ഇങ്ങനെ ഒരു റോൾ ചെയ്തിട്ടുള്ള നൂല് നമുക്ക് എടുക്കാം. എന്നിട്ട് അത് ആ പാത്രത്തിന്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ അടപ്പിൽ നമുക്കൊരു ചെറിയ ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു കൊടുക്കാം. അതിനുശേഷം കത്രിക വെച്ചിട്ട് കുട്ടികളോട് ഇത് കട്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറയാം. ഇത് കത്രിക ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സൂപ്പർവിഷനിൽ വേണം ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് മൂർച്ച കുറഞ്ഞിട്ടുള്ള കത്രിക കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് ടൈപ്പ് കത്രിക കിട്ടും. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഈ നൂല് കട്ട് ചെയ്യാനായിട്ട് അത്ര എളുപ്പമായിരിക്കില്ല. പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്യാൻ നമുക്കത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിന് കുറച്ചും കൂടെ മൂർച്ച കുറഞ്ഞിട്ടുള്ള കത്രിക കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഒരു സൂപ്പർവിഷനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് എന്താണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പെൻസിൽ ഗ്രിപ്പ് കൂടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യണ ഒരു ആക്ടിവിറ്റിയാണ് ഈ സിസേഴ്സ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ്. പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പിൽ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചെറിയ ഹോൾ ഇട്ടാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നൂല് പെട്ടെന്ന് താഴത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതിങ്ങനെ നൂല് പുള്ള് ചെയ്തെടുക്കുമ്പോൾ അവരുടെ വിരലുകൾ വെച്ചിട്ട് അവർ പുള്ള് ചെയ്യണ ഒരു ആക്ടിവിറ്റിയും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഇൻഡയറക്റ്റ്ലി വരുന്നതാണ്. അതല്ലാതെ കുട്ടികളോട് നമ്മൾ ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വിരലുകളുടെ മസിൽ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണിത്.